ഹലോ ഗൈസ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് അഗെയിൻ. നമ്മൾ ഇടക്കരയിൽ പർപ്പിൾ വന്നത് തൊട്ടേ നമ്മൾ വിചാരിക്കേണ്ട ഒന്ന് കയറണം. സോ നമുക്കൊരു ഫ്രീ ഡേ കിട്ടിയപ്പം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ഷഹനക്ക് ഹെയർ സിറം മേടിക്കാനായിരുന്നു. ഓള് മേടിച്ച ഹെയർ സിറം ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്, അടിപൊളിയാണെന്ന് ഓള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഞാൻ അവിടുന്ന് ഒരു പ്രൊഡക്റ്റ് ടെക്സ്ചറായിട്ട് യൂസ് ചെയ്തിട്ടോ, മക്കളെ അടിപൊളി സെറ്റ് സാധനം. അപ്പം അതിൻ്റെ ഒരു പിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, ഇതിൽ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ മേടിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഞാൻ മാക്സിമം റെക്കമെൻഡ് ചെയ്യാണ്. അടിപൊളി സാധനം. ദെൻ അവർക്ക് അവിടെ ഒരു മാർക്കിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മോഡൽസിന് ആവശ്യമുണ്ട്. മോഡൽസ് മീൻസ് അവർക്കത് ഇതാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മൂന്നാൾ ഫ്രീ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വരുമാനവും കൂലിയൊന്നും ഇല്ലാത്ത ആളുകളായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നെടുത്തു. ദെൻ ഓരോരോ ബേസാണ്. ഈ സാധനമാണ് ഈ ചേച്ചി ഉപയോഗിച്ച സാധനം കേട്ടോ. പിന്നെ ഞാനിരുന്നു, എനിക്ക് പിന്നെ ഒരാൾ വേണ്ടല്ലോ, നമ്മൾ തന്നെ ഒറ്റ കണ്ടോ. ഇതൊക്കെ പരിചയക്കുറവാണ്. ഞാൻ നാലാളാരെങ്കിലും കാണുന്നുണ്ടോ നോക്കുകയാണത്. ദെൻ എൻ്റെ സ്കിന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ഇടുന്നതിന് മുമ്പേ. സോ ഇത് ഓരോ സ്റ്റെപ്പ് ബൈ ആണ് അവർ ചെയ്യണത്. ഇതൊക്കെ അങ്ങനെ വാരി തേക്കണം. അവസാനം ഇതൊന്നും വരെ ഒന്ന് കണ്ടിട്ട് മനസ്സിലാവാതെ ആയിട്ടോ. ഫസ്റ്റ് ഞാൻ ക്ലാസ്സിൽ ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനത്തിനൊന്നും വരാൻ കുഴപ്പമില്ലല്ലോ, ഓൾ ഡോക്ടർ പറഞ്ഞിരിക്കണമല്ലോ. അങ്ങനെ ഓള് വരികയാണ്. ഓളൊരു ഞെട്ടലുണ്ട് ഗൈസ്. ഓളെങ്ങനെ ഞെട്ടാതിരിക്കും? ആളുകൾ മാറിയില്ലേ. ആഫ്റ്ററും ബിഫോറും എടുക്കാൻ ഞാൻ മറന്നു, കാരണം നിങ്ങളും ഞെട്ടണ്ടല്ലോ വിചാരിച്ചിട്ട്. പിന്നെ രഹനൻ്റെ കാര്യമൊന്നും പറയണ്ട, രഹനനൊക്കെ ആകെ പെയിൻ്റ് അടിച്ച് വിടുകയാണ്. ദെൻ ഷെഹന, അങ്ങനെ എല്ലാവരെയും വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ തന്നെ ഇറങ്ങിട്ടോ. ഞാൻ സ്കിൻ കെയർ മാത്രം ചെയ്തിട്ടുള്ളൂ 3 സ്റ്റെപ്പിൻ്റെ. അപ്പം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ദെൻ ഷെഹനൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ടെത്തി. അങ്ങനെ എല്ലാവരും വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തു. ഞാൻ ആ പ്രൊഡക്റ്റ് ഇതിൽ കൊടുക്കട്ടെ. അപ്പോൾ മാക്സിമം ആളുകൾ മേടിക്കുക. നല്ല സാധനമാണ്. ഇങ്ങനെ ഇവളും മേടിച്ചു. ഇവള് വെറുതെ വലുതാണ്, പക്ഷെ നല്ലൊരു എമൗണ്ട് പർപ്പിളിന് അന്ന് കിട്ടിയിട്ടുണ്ട് ഇവളെ കയ്യിൽ നിന്ന്. സോ രഹനൻ്റെ ഫൈനൽ ലുക്കിലായിട്ട് പോയി. ഇത് മേടിക്കണവർ മാക്സിമം മേടിക്കുക. നല്ല സാധനമാണ്, അടിപൊളി ഐറ്റമാണ്. കാരണം ഈ സ്കിന്നിന് ആക്നെ മാർക്കൊക്കെ ഉള്ളവർക്ക് നല്ല യൂസ്ഫുൾ ആവും കേട്ടോ. ദെൻ ഷെഹന ഫസ്റ്റിന് സെറ്റായി മാഷാ അല്ല, രഹന സെറ്റായി മാഷാ. അവസാനം ചെക്കന് ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതുവരെയുള്ളൂ. നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.